എല്ലാം പറയാം. സഹീഹ് മുസ്ലിമിലാണ്. മുസ്ലിം എന്ന ഹദീസിന്റെ സഹീഹ് മുസ്ലിം കേട്ടിട്ടുണ്ടോ? നമ്പറും കിട്ടുന്നില്ലെങ്കിൽ അടുത്ത പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടോളൂ. നമ്പറും പറയും, മുസ്ലിം തെരഞ്ഞോ. എന്താണ് അവിടെ പറയുന്ന ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമതാ. എന്താണ് അവിടെ നിന്ന് പറയുന്നത്? അബുൽ ഹയ്യാജിൽ അസ്സദി പറയുകയാണ്, ഖാല ലി അലിയുൻ അബ്അസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ തദാ തിംസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. ആ നിലക്കുള്ള ഒരു ഹദീസാണ്. ഞങ്ങൾക്ക് തെളിവ് കേട്ടോ, പഠിച്ചോ. ഖബറിന്റെ മീതെ കുബ്ബ പണിയാൻ പാടില്ലെന്ന്, അത് പൊളിച്ചു കളയണമെന്ന്, അത് നീക്കി കളയണമെന്ന് ഞങ്ങൾക്കുള്ള തെളിവല്ലേ ചോദിച്ചത്? ആ തെളിവാണ് കേൾപ്പിച്ചത്, ആ കിതാബാണ് കേൾപ്പിച്ചത്. അപ്പോ അങ്ങനെ അതിലുണ്ടോ മൗലവി എന്നാണെങ്കിൽ കേട്ടോളൂ. ഞങ്ങൾ വെച്ച അർത്ഥമല്ല, ഞങ്ങൾ വിശദീകരിച്ച അർത്ഥമല്ല. കേട്ടോളൂ. അത് ആരുടേതാണ് ഉദ്ധരിക്കുന്നത്? ജാബിർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലാണല്ലോ. ആ വീട്ടിലെ 3 ഖബറുകളെ സംബന്ധിച്ച് ജാബിർ റഹ്മത്തുള്ളാഹി അലൈഹി അതാ ആ 3 ആളുകളുടെയും റസൂലുള്ളാഹിയുടെ പേരക്കുട്ടികളുടെ പരമ്പരയിൽപ്പെട്ട ആളോടും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പേരമക്കളിൽ ഒരാളോടും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരമക്കളിൽപ്പെട്ട ആളോടുമൊക്കെ ചോദിക്കുന്നത് എന്താണെന്ന് കേട്ടോളൂ. അഖ്ബിറുനി അൻ ഖുബൂരി ആബായിക്കും ഫീ ബൈതി ആയിഷ. നിങ്ങളെനിക്ക് പറഞ്ഞു തരൂ മക്കളെ, നിങ്ങളുടെ പിതാക്കളുടെ അതാ ഉപ്പാപ്പമാരുടെ ഒക്കെ ഖബറുകൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിന്റെ അകത്ത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടവരല്ലേ, എനിക്കൊന്ന് പറഞ്ഞു തരൂ. 3 ആളുടെയും പേരമക്കളിൽപ്പെട്ടവരോട് ജാബിർ റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുകയാണ്. മനസ്സിലാക്കണം നിങ്ങൾ. അങ്ങനെ ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ്, ഫകുല്ലുഹും ഖാലൂ, അവരെല്ലാവരും അപ്പോൾ മറുപടി പറഞ്ഞു, ഇന്നഹാ മുസന്നമാ, അത് ഇങ്ങനെ കൂർത്തു നിൽക്കുന്ന അവസ്ഥയിലാണ്. അപ്പൊ കൂർത്തു നിൽക്കാന്ന് പറയുമ്പോ വാട്ടർ ലെവലിൽ നിന്ന്, ഭൂമിയുടെ സമനിരപ്പിൽ നിന്ന് അല്പം പൊങ്ങിയിട്ടുണ്ടാകുമല്ലോ. അല്പം ഇങ്ങനെ വരിച്ചാണ് പൊങ്ങിയിട്ടാണല്ലോ ഇങ്ങനെ കൂർത്തു നിൽക്കുക. ആ കാര്യം ഉദ്ധരിച്ചിട്ട്, ഈ സംഭവം ഉദ്ധരിച്ചിട്ട് നിങ്ങൾ ഇന്നലെ ഇവിടെ ഉദ്ധരിച്ച ഒരു കിതാബില്ലേ ഫത്ഹുൽ ഖദീർ, ഇബ്നു ഹുമാമിന്റെ ഫത്ഹുൽ ഖദീർ ഉദ്ധരിച്ചില്ലേ നിങ്ങൾ രേഖയായിട്ട്? ആ ഫത്ഹുൽ ഖദീറിൽ ഇബ്നു ഹുമാം ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ഒരു സംശയം ഉണ്ടാവില്ലേ? എന്ത്? ഈ ഹദീസിനെ പറ്റി. ഏത് ഹദീസ്? വഅമ്മാ മാ ഫീ മുസ്ലിം അൻ നബിൽ ഹയ്യാജിൽ അസ്സദി ഖാല ഖാല ലി അലിയുൻ അബ്അസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ തദഅ തിംസാരൻ ഇല്ലാ തമസ്തഹു വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. അല്ലാഹുവിന്റെ റസൂൽ എന്നെ നിയോഗിച്ച കാര്യത്തിന് ഞാൻ നിന്നെയും അയക്കട്ടെയോ അബുൽ ഹയ്യാജേ? അതെന്താണ് വിഷയം? ഒരു പ്രതിമയെയും നീ തകർക്കാതെ വിട്ടുപോകരുത്. അതുപോലെ തന്നെ പൊങ്ങി നിൽക്കുന്ന ഒരൊറ്റ ഖബറുകളെയും നീ നിരപ്പാക്കാതെയും വിടരുത്. അപ്പൊ ആ ഹദീസ് ഇതായിട്ട് വൈരുദ്ധ്യല്ലേ എന്നാണ് മൂപ്പര് വിശദീകരിക്കുന്നത്. അവിടെ നിരപ്പാക്കണം എന്നല്ലേ പറഞ്ഞത്? ഇവിടെ ഖബർ ഇങ്ങനെ മുസന്നമായിട്ട് കൂർത്തു നിൽക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അതിന് മറുപടി പറയുന്നിടത്ത് ഫത്ഹുൽ ഖദീറിൽ പഠിച്ചു വെച്ചോ. ആ പൊളിച്ചു നീക്കണം എന്ന് പറഞ്ഞത് ഏത് കഴിച്ച് ബാക്കിയാണ്? സർവം നിരത്തലാണോ? ഏതിനെ പറ്റിയാ പൊളിക്കണം എന്ന് പറഞ്ഞത്? ഏതിനെ പറ്റിയാണ് നിരത്തണം എന്ന് പറഞ്ഞത്? ഫഹുവ അലാമാ കാനൂ യഫ്അലൂനഹു
ലഹു മിൻ തഅലിയത്തിൽ ഖുബൂരി ബിൽ ബിനാഇൽ ഹസനിൽ അലി. അതാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഖബറിന്റെ ഈ ഒരു ചാണ് കഴിച്ചിട്ട് അതിന്റെയും മുകളിലതാ നല്ല മനോഹരമായ നിലക്കുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഖബർ ഉയർത്തുന്നില്ലേ, അതിനെ തകർക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. അതല്ലാതെ ഈ സമനിരപ്പിൽ നിന്ന് അല്പം പൊങ്ങി നിൽക്കുന്ന ഇതും നിരത്തണമെന്നല്ല. അത് കഴിച്ച് ബാക്കിയുള്ളത് നിരത്തണം എന്നാണ്. അത് കഴിച്ച് ബാക്കി മേലെ കെട്ടിപ്പടുത്തത് തകർക്കണമെന്നാണെന്ന് ഫത്ഹുൽ ഖദീറുകാരൻ രേഖപ്പെടുത്തുന്നില്ലേ? നിങ്ങൾ എന്താ വിചാരിച്ചത്? വെല്ലുവിളിച്ച് പേടിപ്പിക്കാമെന്നോ? മൂപ്പര് പറയാ, ഇനി നിങ്ങൾ വേറെ രസക്ക്, നിങ്ങൾ തമ്മിലാ വലിയ വൈരുദ്ധ്യം. നിങ്ങൾ തമ്മിൽ ഉസ്താദും ശിഷ്യനും. ശിഷ്യൻ പറയുന്നത് ആകെ തകർക്കണം, ആകെ നിരത്തണം എന്നാ മൗലവി പറഞ്ഞത്. ഞാൻ ആകെ നിരത്തണം എന്നല്ല, ഈ ഒരു ചാണ് കഴിച്ച് ബാക്കിയുള്ളതാ. എന്നാ നിങ്ങളുടെ ഉസ്താദ് പറയുന്നത് എന്താ? ഉസ്താദ് പറയുന്നത് എന്താണെന്ന് കേട്ടോളൂ. ഇതേ ഹദീസ് മുസ്ലിമിൽ നിന്ന് ഉദ്ധരിച്ചിട്ട് പറയുന്നു, ഉയർന്നതായ ഒരു ഖബറും അതിനെ സമമാക്കാതെയും. നിങ്ങൾ എന്നെ കളിയാക്കിയിരുന്നു, മൗലവി ഇവിടെ സമാക്കണം നിരപ്പാക്കണം എന്നാ പറഞ്ഞത്. നിങ്ങളെ ഉസ്താദാർത്ഥം വെച്ചത് സമമാക്കാതെയും ഒറ്റ പ്രതിമയും അതിനെ നശിപ്പിക്കാതെയും ഒഴിച്ചിടരുത് എന്നിട്ട് പറയുന്നത് കേട്ടോ. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരാജ്ഞ ചെയ്തത് കാഫിരീങ്ങളുടെ ഖബറുകളെ കുറിച്ചായിരുന്നു. അപ്പൊ കാഫിരീങ്ങളുടെ ഖബറിനെ കുറിച്ചാണ് സ്ഥാപിച്ചിട്ട് മുസ്ലിയാർ എന്താ പറയുന്നത്? പച്ച തട്ടി നിരത്തണം. നിങ്ങൾ പറഞ്ഞതോ അതല്ല, അത് മൗലവിയുടെ അർത്ഥമാണ് എന്ന് ഞാൻ പറയാത്തൊരർത്ഥവും പറഞ്ഞു. തീരുമാനിക്കും ഉസ്താദും ശിഷ്യനും തമ്മിൽ, ഉസ്താദും ശിഷ്യനും തമ്മിൽ തീരുമാനിക്കൂ എന്നിട്ട് പറയൂ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കാര്യത്തെ സംബന്ധിച്ച് വൈരുദ്ധ്യമാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഈ അവസരത്തിൽ വളരെ വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രല്ല, നിങ്ങൾ പറഞ്ഞില്ലേ പൊളിക്കണം എന്ന് വേറെ എവിടെയെങ്കിലും ഉണ്ട്? പൊളിക്കണം എന്നില്ല. നിങ്ങൾ പറഞ്ഞ് ഷാഫി ഇമാമിന്റെ ബഹുമാനത്തോട് യോജിച്ച ഖുബ്ബ ഈജിപ്തിലുള്ളത് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. ഞാനും ഈജിപ്തിൽ പോകാൻ അവസരം കിട്ടിയപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കുബ്ബയൊക്കെ കാണാൻ പോയിട്ടുണ്ട്. അഹ്മദ് അൽ ബദവിയുടെയും നഫീസത്ത് ബീവിയുടെയും അതുപോലെ തന്നെ ഷാഫി ഇമാമിന്റെയും ഒക്കെ നിങ്ങൾ പറഞ്ഞില്ലേ ബഹുമാനത്തോട് ചോദിച്ച. എങ്കിൽ നിങ്ങൾ ചിന്തിക്കൂ, അതാ നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ ഇല്ലേ, അതാ വലഖദ് അഫ്താ ജമാഅത്തും മിൻ ഉലമാഇ ശാഫിഇയ്യ ബിഹദ്മി ഖുബ്ബത്തിൽ ഇമാം ശാഫിഈ വഇൻ സുരിഫ അലൈഹാ ഉലൂഫും മിനദ് ദനാനീർ. ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിച്ചിട്ട് എടുത്തിട്ടുള്ള കുബ്ബയായിട്ട് പോലും ഷാഫി ഇമാമിന്റെ ഖബറിന്റെ മീതെയുള്ള കുബ്ബ പൊളിച്ച് കളയാൻ ശാഫിഈകളിലെ മഹാന്മാരായ ഒരു ജമാഅത്ത് ഫത്വ കൊടുത്തിട്ടുണ്ട്. പൊളിച്ച് കളയണമെന്ന് ആയത്തുണ്ടോ ഹദീസുണ്ടോ നമ്പറുണ്ടോന്ന് ആ ഇബ്നു ഹജറിനോട് ചോദിക്കോ, ഫതാവ എഴുതിയ ആളോട് ചോദിക്കോ. പിന്നെ നിങ്ങൾ പറയുകയുണ്ടായി എന്ത്? അതാ ഉസ്മാൻ ഇബ്നു മദൂൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അതാ പൊക്കിയിട്ടുണ്ട്. വല്ലാത്ത ഉയരമാണതിന്. കാരണം മദീനയിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാര് യുവാക്കളൊക്കെ പറയാറുണ്ട് പോലും ഉസ്മാൻ ഇബ്നു മദൂന്റെ ഖബർ ചാടിക്കിടക്കുന്നയാളെയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയ ചാട്ടക്കാരായി ഞങ്ങൾ പറയാറുണ്ടായിരുന്നത്. അപ്പോ ഹൈ ജമ്പ് എത്രയോ ഉയരത്തിൽ ചാടണമെങ്കിൽ, ഏറ്റവും ഉയരത്തിൽ ചാടണമെങ്കിൽ എത്ര ഉയരം വേണം എന്ന് നിങ്ങൾ സ്ഥാപിച്ചില്ലേ? പലവരും മറുപടി പറഞ്ഞതാണ്. എന്നാലും കേട്ടോളൂ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. ഇവിടെ എന്താണ് വിഷയം? മഹാനായ ഉസ്മാൻ ഇബ്നു മദൂൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ആ ഖബറിൽ മയ്യത്ത് മറമാടുന്ന സമയത്ത് ഹാജറാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ബഖീഉൽ ഗർഖദിൽ ആദ്യമായി വെച്ച മയ്യത്ത് അതാണ്. മറമാടലൊക്കെ കഴിഞ്ഞപ്പോ അടയാളത്തിനൊരു കല്ല് വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുന്നു. തൊട്ട് ദൂരെ ഒരു കല്ല് ചൂണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ കല്ല് കൊണ്ടുവരാൻ. ഒരാൾ പോയിട്ട് ആ കല്ല് കൊണ്ടുവരാൻ തുനിഞ്ഞു. എന്തിനാണ് കല്ല് കൊണ്ടുവരാൻ പറഞ്ഞത്? എൻ്റെ സഹോദരൻ ഉസ്മാനിന്റെ ഖബർ എനിക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ആ ഒരു അടയാളത്തിന് ഒരു കല്ല് വെക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയാണ്. ഒരു സഹാബി പോയപ്പോൾ പൊങ്ങുന്നില്ല. ആ നില
നിലക്ക് പൊങ്ങാതെയായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അവിടുന്ന് കൈയൊക്കെ ശരിക്കൊന്ന് കയറ്റി. ആരോഗ്യമുള്ള മഹാനാണല്ലോ റസൂലുള്ളാഹി, എല്ലാം തികഞ്ഞ വ്യക്തിത്വമാണല്ലോ, സുന്ദരനാണല്ലോ, ആരോഗ്യ ദൃഢഗാത്രനാണല്ലോ, ഒരുപാട് ആളുകളുടെ ആരോഗ്യം ഒന്നിച്ചു ചേർന്ന മഹാനല്ലേ.